വിശന്ന് പൊരിഞ്ഞ അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് കേട്ടോ മാങ്ങ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ വിശപ്പൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തി വേഗം പോയി തേങ്ങ ചിരവി വന്ന് തേങ്ങ ഒരു 2-3 പിടി ഇട്ടു. അപ്പോൾ പിന്നെ മാങ്ങയിൽ ഇത്തിരി മുളകും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുറച്ച് ചെമ്മീനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്കുള്ളതാണ് ഈ ചെമ്മീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കും. പിന്നെ ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നും വേണ്ട, നമുക്ക് ചോറിന് അത് മാത്രം മതി. അപ്പോൾ വിശപ്പില്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്യും കേട്ടോ. ചെമ്മീൻ മാത്രമായിട്ട് മാങ്ങ ഇല്ലെങ്കിലും വെക്കും, നല്ല ടേസ്റ്റാണ്. ചെമ്മീനും തേങ്ങയും മാത്രം ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കിണ്ണം ചോറൊന്നും അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതെൻ്റെ അമ്മമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെച്ചാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പുളിയൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എൻ്റെ ഉണ്ണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മമ്മയ്ക്ക് ഈ ഇടയായിട്ട് ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയായി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ അമ്മമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. എങ്ങനെയുണ്ട് എൻ്റെ ചമ്മന്തി? കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലൂറുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാതെ പോവല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.